ഹലോ, നമസ്കാരം. സുമിയാണ്. ലൈഫ് ഓഫ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് നമുക്ക് കാണാം കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം ദോശ ഉണ്ടാക്കിയപ്പോൾ ആ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ. അപ്പോൾ ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ഒഴിക്കാനുള്ള തട്ടൊക്കെ എടുത്ത് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എൻ്റെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറയാനുണ്ട്, അതൊക്കെ കേൾക്കണം കേട്ടോ. അപ്പോൾ ആ അബദ്ധമൊക്കെ കേട്ടിട്ട് ആരും അങ്ങനത്തെ ഒരു അബദ്ധത്തിൽ പോയി ചാടരുതെന്നൊക്കെ എനിക്കിത് പറയാനുണ്ട്. അപ്പോൾ ഇത് രാവിലത്തെ ഇഡ്ഡലീൻ്റെ പരിപാടികളാണ് നടക്കുന്നത്. കുറേ ആയി ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഞാൻ കൂടുതലും ചപ്പാത്തി ആയിരുന്നു ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ചല്ല, ഇച്ചിരി തടി ഇങ്ങനെ കൂടുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ അരി ഭക്ഷണം കുറച്ച് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ചപ്പാത്തി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, രാവിലെയും രാത്രിയിലും. പക്ഷേ വീണ്ടും എനിക്ക് ഈ ഭക്ഷണത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ഡയറ്റിൻ്റെ നോക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും തെറ്റിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കുക, കുറേ ആയില്ലേ. അപ്പോൾ ഇന്നലെ ദോശ ഉണ്ടാക്കി, അപ്പോൾ അതിന് മാവ് എടുത്ത് വെച്ചിട്ട് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ ഈ മാവ് ഇച്ചിരി ലൂസ് പോലെ തോന്നുന്നത്. സാധാരണ ഇഡ്ഡലിക്ക് മാത്രമായിട്ട് ഞാൻ അരച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിയായിട്ടാണ് അരച്ച് വെക്കാറുള്ളത്. ഇത് ഇന്നലത്തെ ദോശേൻ്റെ മാവായതുകൊണ്ട് കുറച്ചൊരു ലൂസ് ഉണ്ട്. പിന്നെ ഇത് ചെറിയ ഇഡ്ഡലീൻ്റെ കുഴിയാണ് കേട്ടോ, അത്ര വലിയ വലുപ്പമുള്ള ഇഡ്ഡലിയല്ല. അങ്ങനെ കാണുമ്പോൾ വലുപ്പം തോന്നുമെങ്കിലും ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മലാവിയിൽ നമുക്ക് ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ റൈസ് കിട്ടും ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മലാവിയിൽ സാധാരണ പച്ചക്കറി, ലോക്കൽ പച്ചക്കറിയല്ല പച്ചരി കിട്ടും, ലോക്കൽ പച്ചരി കിട്ടും. അത് പക്ഷേ ഭയങ്കര ഒട്ടലാണ്, അതിനെ കിളിമ്പാരോ റൈസ് എന്നാണ് ഇവിടെ പറയാറ് കേട്ടോ. അപ്പോൾ ആ റൈസ് ഭയങ്കര ഒട്ടലാണ്. എന്നാലും ഞാൻ അതുകൊണ്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടാക്കുമ്പോൾ ഇത്തിരി അധികം ഉഴുന്നിടുമ്പോൾ ആ ഒട്ടൽ കുറച്ചങ്ങ് കുറഞ്ഞു കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ ഉഴുന്നിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറേ ആവാനും പാടില്ല. അങ്ങനെയായിരുന്നു ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഇന്ത്യൻ സാധനങ്ങൾ അരിയാണെങ്കിലും മസാലകളാണെങ്കിലും കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കുറേ ദൂരം പോകണമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് 2 മണിക്കൂർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ തേങ്ങയൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു കിളിമ്പാരോ റൈസ്, ഇവിടുത്തെ ലോക്കൽ പച്ചരി ഞാൻ മാറ്റി വെച്ച് ഇപ്പോൾ ഇഡ്ഡലി അരി കൊണ്ടാണ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞാൽ 5 കിലോൻ്റെ പാക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടണിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാ ചട്ടണിയും കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാണ്ട് ചെയ്യുന്നത്. ഇത് 2 തരത്തിലുണ്ടാക്കും. അതായത് ഇപ്പോൾ ഈ ചുമന്ന തന്നെ ഞാൻ വെറും മുളക് പൊടി മാത്രം ഇട്ടിട്ട് അരച്ചിട്ട് ഇതേപോലെ ഒഴിക്കും, കുറച്ച് ഉപ്പിടും, അപ്പോഴത്തേക്കിനും ചട്ടണി റെഡി. അല്ലെങ്കിൽ ഈ ചുമന്ന ചട്ടണി തന്നെ വേറെ ഇതിൽ, അതായത് 2 ചെറിയ ഉള്ളിയും ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ഇട്ടിട്ട് മുളകും പൊടി ഇട്ടിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചുമന്ന ചട്ടണി തന്നെ 2 തരത്തിലുണ്ടാക്കും. അല്ലെങ്കിൽ വെള്ള ചട്ടണി ഉണ്ടാക്കും, അതായത് പച്ചമുളകും തേങ്ങയും മാത്രം അരച്ചിട്ട്. എനിക്കൊന്നും കൂടി ഇഷ്ടം അങ്ങനത്തെ വെള്ള കളറാണ് കേട്ടോ. ആ ഒരു ചെറിയൊരു എരിവൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്, ഇഡ്ഡലിയും ചട്ടണിയാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ പയറും പച്ചക്കറികളും ഒക്കെ ഒന്ന് കാണാം കേട്ടോ എന്തായി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇതേ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇതിന് മുന്നേ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇന്ന് തോരൻ വയ്ക്കാൻ പയർ പറിക്കാമെന്ന്. ഇതൊന്നും ആയിട്ടില്ല, ആയ കുറച്ച് പയറുണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് മൂത്തുന്നു തോന്നുന്നു. പിന്നെ ഇപ്പുറത്തെ ഇതിലുണ്ട്, പയറിന് വലിയ ഇലയൊന്നുമില്ല, അത് അങ്ങനത്തെ ഒരു പയറാണ് തോന്നുന്നു. പിന്നെ ഒരുപാട് നീട്ടം വെക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ പയറുണ്ടോ, ഇത് മൂത്ത പയറാണ്, പക്ഷേ അതിനധികം നീട്ടമില്ല, നീട്ടം വെക്കാത്ത നീളം പയറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. കുറേ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു മെഴുക്കുവരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയർ പറിക്കാൻ വിചാരിച്ചു. പിന്നെ വേറൊരു പയറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചാഴിയല്ല മുഞ്ഞേനെ കളയാൻ വേണ്ടിയിട്ട് മരുന്നടിച്ചെന്ന്. അങ്ങനെ മരുന്നടിച്ചതിന് ശേഷം എൻ്റെ പയർ ചെടീൻ്റെ കൊലം കണ്ടോ, ദേ ഈ അവസ്ഥയാണ് കേട്ടോ. ഇതുണ്ടോ, എല്ലാം പോയി, കേടായിപ്പോയി. ഞാൻ അന്ന് പറഞ്ഞ ചേട്ടൻ്റെ സംഭവം, ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു മരുന്നായിരുന്നു അത് അടിച്ചപ്പോൾ കുറേയൊക്കെ മുന്നേ ചത്തുന്നത് സംഭവം ശരിയാണ്, പക്ഷേ അതിന് വീര്യം കൂടുതലായിരുന്നു. ആ ചേട്ടൻ ആ വീഡിയോയിൽ അത് നേർപ്പിക്കുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ആ ചേട്ടൻ അത്രയിൽ 1/2 ലിറ്റർ തന്നെ ഇതാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അതേപോലെ ചെയ്തു, മുന്നേ കുറേയൊക്കെ പോയി. പക്ഷേ ഇനി ഉണ്ട് അതിൽ, പക്ഷേ ചെടി മൊത്തമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് വേറെ ഉണ്ടാക്കണം.
ഈ ഒരു പയറൊരു സുഖമില്ലാതെ ആയിപ്പോയി. എനിക്ക് നല്ല വിഷമമുണ്ട്. സാരമില്ല, നമുക്കിനി അടുത്തത് ഉണ്ടാക്കാം. ജയരാജ് അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കെന്തായാലും പയർ പറിക്കാം കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു, ഈ ജയരാജ് എന്ന് പറയുന്നത് മലയാളം പേരല്ലേ, എങ്ങനെ അത് കിട്ടിയെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ജെറാൾ ജെറിമായ എന്നാണ് പേര്. അത് ചുരുക്കി അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ, എല്ലാവരും വിളിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ആ പേര് കിടക്കട്ടെ, നമ്മളൊക്കെ അത് വിളിച്ച് ശീലിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും പയർ പറിച്ചെടുക്കാം കേട്ടോ. ഇന്നത്തെ ചോറിനുള്ള മെഴുക്ക് വരട്ടിക്കുള്ള പയർ അത്യാവശ്യത്തിന് നമുക്ക് ഒരു മെഴുക്ക് വരട്ടിക്കൊക്കെ ഉള്ള പയറൊക്കെ കിട്ടുകൊണ്ടില്ലേ, കുറച്ചൊക്കെ ഉണ്ട്. പറിച്ചെടുക്കാം. മുകളിൽ നിന്ന് നോക്കി പറിക്കാം. കുറച്ചൊക്കെ മൂത്തോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി പയർ നടണം. ഇത് പോരാന്നല്ല, കുറച്ച് നടണം നമുക്ക്. ഭയങ്കര കാറ്റാണ്. ഞാൻ എന്ത് പറിക്കാനും ഇവിടെ മുറ്റത്തിറങ്ങിയാൽ അന്നേരം കാറ്റുണ്ടാകും. അതുവരെ ഇവിടെ കാറ്റുണ്ടായിരുന്നില്ല. ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും കാറ്റ് കൂടി. ഇതുണ്ടോ, നമ്മുടെ നിത്യവഴുതന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ കൃഷിയിടത്തേക്കല്ല, ചെടിത്തോട്ടത്തിൻ്റെ അവിടെയാണ്. അവിടെ ഞാൻ നമ്മുടെ കോവലിൻ്റെ വള്ളി കിളുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. തണൽ കിട്ടുന്ന കുറച്ച് സ്ഥലമാണ്. പക്ഷെ അത് കിളുത്തില്ല. അതിൽ 2 നിത്യവഴുതനെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കിളുത്ത് പടർന്നിട്ടുണ്ട് ചെടിയിൽ കൂടെ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി കൃഷിയിടത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ ചെടിത്തോട്ടത്തിലാണെങ്കിൽ കുറച്ച് ശരിയാക്കാനുണ്ട്. എല്ലാം കൂടി ഒന്നും ഒറ്റ ദിവസം ഒന്നും ശരിയാക്കില്ല, കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചിട്ട് കുറച്ചധികം ദിവസമായില്ലേ. ഈ വാതിക്ക് അധികം അങ്ങോട്ട് വരലില്ല, എല്ലാ കൃഷീൻ്റെ പുറകെ ആയിട്ട്. ആ പയറൊക്കെ കേടുവന്നപ്പോൾ ചെറിയൊരു വിഷമം. അപ്പം അവിടെ കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു ഞാൻ. ഈ ഒരു ചെടിയിൽ ഇതിൻ്റെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു ഇല ഞാൻ വിചാരിച്ചത് കാണാൻ മാത്രമുള്ളൊരു ഇലയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അതല്ല, അതിൽ പൂ ഉണ്ടാവുന്നുണ്ട്. ഇതുണ്ടാ, നല്ല ഭംഗിയുള്ള പൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു റോസേൻ്റെ കമ്പ് ഇത് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനി വേറേക്ക് മാറ്റിയിടണം. അപ്പം ഇതാണ്, ഇത് കണ്ടോ, കോവലിൻ്റെ വള്ളി ചീഞ്ഞു പോയി, ഉണ്ടായില്ല. കിളുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, അടി മൊത്തം ചീഞ്ഞു പോയി. ഉണ്ടല്ലേ, ഉണ്ടായില്ല. ഇതേപോലെ തന്നെ വേറൊരു ഇലയാണിത്. ഇതിൽ പക്ഷെ പൂവൊന്നുമില്ല, ഇതിൽ വെറും ഇലകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചാക്കിൽ വെച്ച കോവലിൻ്റെ വള്ളി ചീഞ്ഞു, ഒന്നും പോലും പിടിച്ചില്ല. ഇതിൽ 2-3 ഞാൻ റോസേൻ്റെ കമ്പ് നട്ടിട്ടുണ്ടായിരുന്നു, മുട്ടിട്ടത്. ഇതിൻ്റെ ഇടയിൽ ഒരു പീസ് ലില്ലി ഉണ്ട് കേട്ടോ. ഈ റോസേനൊക്കെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ പീസ് ലില്ലി നന്നായിട്ട് ഉണ്ടാവില്ല. ഇത് വെയിലത്തായിരുന്നു ഈ ചെടി ഉണ്ടായിരുന്നു, അതിനെ ഞാൻ തണലത്ത് എടുത്ത് വെച്ചത്. അപ്പോൾ ഇതിൽ നല്ല പൂ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഒരു 4 കളർ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലും കുറച്ച് റോസയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആന്തൂര്യത്തിൽ ഇത് ആദ്യം ഉണ്ടായ പൂവ് ഇതാണ്. ഇത് ഉണങ്ങിക്കുന്നു. ഇത് പുതിയതായിട്ടുണ്ടായ ആന്തൂര്യത്തിൻ്റെ പൂവുണ്ടോ, ആന്തൂറിയോ എന്തായാലും അതിൽ പൂവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നിത്യവഴുതനേൻ്റെ വള്ളി ആകെപ്പാടങ്ങ് പടർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ് കൃഷിയിടത്തേക്ക്. ഞാനിപ്പോൾ നെൽസനെ നോക്കണം, എനിക്ക് പൊക്കാൻ കഴിയില്ല, നല്ല വെയിറ്റ് ഉണ്ട് ചാക്കിന്. അപ്പം നെൽസൺ എവിടെയാണെന്ന് നോക്കണം. പിന്നെ ഇത് കണ്ടോ, ആ വെയിലത്ത് നിൽക്കുന്ന നമ്മുടെ ജമന്തിനെ കണ്ടോ, എന്തോരം മൊട്ടാണ് അതിൽ നിന്നൊക്കെ. ഇതിനി പൂവിടുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കറക്റ്റ് കണ്ട് കാണാൻ കിട്ടില്ല. ഇനി ഇവിടെയൊക്കെ കുറേ പച്ചപ്പായി. ഇതുണ്ടല്ലേ നമ്മുടെ ബോൾസം, അതൊക്കെ മൂത്ത് ഇത് പറിച്ചളയാനയക്കണേ. കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരുപാട് പോകും. നമുക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാം. മഴ പെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും പൊട്ടിക്കിളിച്ചുണ്ടായിക്കോളും. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ശരിയാക്കാനുണ്ട്. ഞാനിപ്പോൾ നെൽസനെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഈ ചാക്ക് ഇവിടുന്ന് മാറ്റുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ഇടയിലുള്ള ഈ വള്ളിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതിൽ വള്ളി പൊട്ടിപ്പോവും. വള്ളി പൊട്ടാത്ത രീതിയിൽ നമുക്ക് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകണം.
ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ. ഞാൻ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ കാണിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മാംഗോ റെയിൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാങ്ങ പഴുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ നാട്ടിലും മാംഗോ റെയിൻ ഉണ്ട്, ഇങ്ങനെ മാങ്ങ പഴുക്കുന്ന സമയമാകുമ്പോൾ ചെറിയൊരു മഴച്ചാറ്റിൽ വരും എന്നുള്ളത്. ഇതിപ്പോൾ മഴക്കാലം തുടങ്ങാനായി എന്ന് ഇവിടുത്തെ കർഷകരെയും മനുഷ്യരെയും എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് പെയ്തൊരു മഴയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആൾക്കാരെല്ലാവരും ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവരുടെ കൃഷിയിടങ്ങളൊക്കെ കുത്തിക്കളച്ച് മണ്ണൊക്കെ ഒരുക്കിയിടും വിത്ത് നടാൻ വേണ്ടിയിട്ട്. ഇനി നല്ലൊരു മഴ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മഴയല്ല അത് കഴിഞ്ഞിട്ടൊരു മഴ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെല്ലാ വിത്തും നടാൻ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ് മലാവിയിലെ ഒരു പ്രത്യേകത. അപ്പോൾ മഴ കണ്ടിട്ട് കൂട്ടിലിരുന്ന് കുരയ്ക്കുകയാണ് തങ്കുവിനെ പുറത്ത് വിടാൻ വേണ്ടിയിട്ടാണ്. ഈ മഴയത്ത് തങ്കുവിനെ പുറത്തുവിടാൻ പറ്റില്ലല്ലോ, ആകെ ചെളിയിൽ കുളിച്ചിട്ട് വരും. അതുകൊണ്ട് ഇവിടെ മഴ വരുന്നുണ്ട് എന്ന് അറിയണം തന്നെ തങ്കുവിൻ്റെ കുര കേൾക്കുമ്പോഴാണ് കേട്ടോ. തങ്കുവിന് പെട്ടെന്ന് ദൂരത്തുനിന്ന് മഴ വരുന്ന കാണുമ്പോൾ തന്നെ കുരയ്ക്കൽ തുടങ്ങും. അപ്പോൾ നല്ല കാർമേഘമൊക്കെ ഉണ്ട്, രാവിലെ തന്നെ മഴച്ചാറ്റിലാണ്. അതെന്തായാലും നല്ലതാണ് കേട്ടോ. ഇത്രയും നാളും വെയിലായതുകൊണ്ട് ചെടിക്കൊക്കെ കുറച്ചൊരു വെള്ളം കിട്ടും. നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ളത് ഞാൻ നമ്മുടെ നിത്യവഴുതനേൻ്റെ ചെടിയൊക്കെ ഒന്ന് മാറ്റി നടണം എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഞാൻ അതിനുശേഷം പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഇതിപ്പോൾ തൊട്ടടുത്ത ദിവസമാണ്. ഇപ്പം വേണം പോയിട്ട് നിത്യവഴുതനേൻ്റെ ചെടിയൊക്കെ മാറ്റി ശരിയാക്കി പച്ചക്കറീനെയും ചെടിത്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ നേരെയാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഇതെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഇന്നലെ ചെറിയൊരു വിഷമം ഉണ്ടായി. അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ളൊരു മനസ്സ് വന്നില്ല, ഒരു സങ്കടമായിപ്പോയി. വേറൊന്നല്ല, ഞങ്ങൾ മലാവി ഡയറി എന്ന് പറയുന്നത് നമുക്ക് 2 യൂട്യൂബ് ചാനലാണുള്ളത്, മലാവി ഡയറിയും ലൈഫ് ഓഫ് അരുൺസുമിയും. അപ്പം ലൈഫ് ഓഫ് അരുൺസുമിയിൽ ഞാനിങ്ങനെ നമ്മുടെ വീട്ടിലെ വ്ളോഗ്സ് ഒക്കെ ഇട്ട് ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. മലാവി ഡയറി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മലാവിയിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി ഇടുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മലാവി ഡയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കുറേ വീടുകൾ വെച്ച് കൊടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ. ഈ മഴ സമയത്ത് അവർക്ക് ഒന്ന് സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റുന്ന നല്ല വീടുകളൊക്കെ വെച്ച് കൊടുക്കണം എന്നുള്ളത്. കാരണം ഇവിടുത്തെ എല്ലാ വീടുകളും പുല്ല് മേഞ്ഞിട്ടുള്ള വീടുകളാണ്. അപ്പോൾ മഴ സമയത്തൊക്കെ അറിയാമല്ലോ, നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ പുല്ല് മേഞ്ഞ വീടിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത്. അപ്പോൾ അവർക്ക് കയറി കിടക്കാൻ പറ്റുന്ന നല്ലൊരു കുഞ്ഞു കുഞ്ഞു വീടുകൾ വെച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയർസ് ഒരു 7 ഐറ്റംസ് ഉള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ഓൺലൈനിലായിട്ട് സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ ഓൺലൈനിലായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യാം. അപ്പം നമുക്കറിയാലോ കുറേ ലേഡീസ് സാരി ബിസിനസ് ചെയ്യുന്നു, ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ ഓരോ ഓൺലൈൻ ബിസിനസ്സുകളുണ്ടല്ലോ. അപ്പോൾ ഏത് ചെറുകിട ബിസിനസ്സുകളാണെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഉദ്യം എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ. അത് മതി, അതിൽ നിന്ന് കിട്ടുന്ന ലൈസൻസ് സർട്ടിഫിക്കറ്റ് മതി നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ ലാപ്ടോപ്പിലൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ government.in എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. കുറേ നേരം നിന്നു കേട്ടോ, ലോഡായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ താഴെ വേറെ തന്നെ ഈ സെയിം ഉദ്യം രജിസ്ട്രേഷൻ പറഞ്ഞാണ്ട് .com എന്ന് പറഞ്ഞാണ്ട് ഒരു സൈറ്റും കൂടെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ആ സൈറ്റ് എന്ന് വെച്ച് രണ്ടാമത് അതിൽ തുറന്നു. അതിൽ തുറന്നപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ശരിക്കുള്ള സൈറ്റിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഒരു സൈറ്റ് ഇരിക്കുന്നത്. അപ്പം നമ്മളിത് സെയിം ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ആണെന്നുള്ള വിശ്വാസത്തിൽ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് നമ്മുടെ പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, ഫോൺ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷെ ബാങ്ക് അക്കൗണ്ട് റെഡി ആവാത്തതുകൊണ്ട് അതിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ, അതായത് നമ്മൾ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യുമ്പോൾ കറണ്ട് അക്കൗണ്ടാണ് നമുക്ക് വേണ്ടത്, നമ്മളെ കയ്യിലുള്ളത് സേവിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ല, അല്ലാതെ തന്നെ നമ്മളത് ചെയ്ത് ലാസ്റ്റ് വന്നപ്പോൾ അതിലൊരു 1000 രൂപ ഫീസ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോർമലി എന്തെങ്കിലുമൊക്കെ ലൈസൻസ് ഒക്കെ എടുക്കാൻ പൈസ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് വേറെ ഒന്നും ചിന്തിച്ചില്ല, 1000 രൂപ അടച്ചു. 1000 അല്ല 999 അടച്ചു. ഒരു 999 രൂപ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാവർക്കും ചെയ്തു കൊടുത്തത്, ഗൂഗിൾ പേ വഴി നാട്ടിൽ നിന്നാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ അത് ചെയ്തു കൊടുത്തതിന് ശേഷം നമുക്കൊരു OTP വരും മെയിലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഫോൺ നമ്പറാണോ കൊടുത്തത് ആ ഫോൺ നമ്പറിലേക്ക് OTP വരും. അത് നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് സ്റ്റെപ്പായിട്ട് തന്നെ അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് വിശ്വസിച്ചതുകൊണ്ട്
നമ്മുടെ നാട്ടിലെ എൻ്റെ ഫോൺ നമ്പറിലേക്ക് OTP വന്നു. ആ OTP അപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ മെയിലിലേക്ക് ഇവരുടെ വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാവുന്നു. അതിൽ വെരിഫൈ OTP എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ വെരിഫൈ OTPയിലേക്ക് നമ്മൾ OTP അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ വേറൊരു അതായത് വാട്സപ്പ് നമ്പറിലേക്ക് ഇവരിങ്ങനെ ഉദ്യം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിരുന്നോ, അപ്പോൾ ഇന്ന ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അതിൽ പ്രത്യേകിച്ച് എന്താ നമ്മളെ സ്ഥാപനം എവിടെ നിൽക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തു. പിന്നെ എന്താ പിന്നെ പാൻ കാർഡിൽ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് എന്താ ചോദിച്ചു, അതും കൊടുത്തു. പിന്നെ അതിനുശേഷം ഇവർ വേറെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ പ്രോസസ്സിങ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറയുന്നു. പക്ഷെ അങ്ങനെ ഞാനൊരു വെള്ളിയാഴ്ച ചെയ്തത്. അപ്പോൾ വെള്ളിയാഴ്ച ഇത് വൈകുന്നേരമായി, ഇവിടുത്തെ സമയമല്ലല്ലോ നാട്ടിലെ സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശനിയാഴ്ച നമുക്ക് അതിൻ്റെ റിപ്ലൈ തരുമായിരിക്കുന്നേ. പക്ഷെ ശനിയാഴ്ച നമുക്ക് ഇവിടെ ലീവ് ആയതുകൊണ്ട് ഞാനും അരുണേട്ടും കൂടെ വില്ലേജിൽ പോയി ആ കാര്യം വിട്ടു. പിന്നെ ഞായറാഴ്ച എന്തായാലും ഗവൺമെൻറ് സ്ഥാപനം ഉണ്ടാവില്ല. പിന്നുള്ളത് തിങ്കളാഴ്ച. അപ്പം ഞാൻ രാവിലെ തന്നെ മെസ്സേജ് ചെയ്തു, നിങ്ങൾ ഞാൻ രജിസ്ട്രേഷൻ നമ്പർ ഒന്നും തന്നില്ലല്ലോ, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനെന്നാണ്. ഒരു റെസ്പോൺസ് അവരുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അരുണേട്ടൻ ഉച്ചയ്ക്ക് ചോറിന് വന്നപ്പോൾ വീണ്ടും ഈ ഉദ്യം രജിസ്ട്രേഷൻ്റെത് ഒന്നും കൂടെ സൈറ്റിൽ ചെയ്തു നോക്കി. അപ്പോൾ ചെയ്തു നോക്കിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് ഓപ്പൺ ചെയ്യാതിരുന്നൊരു സൈറ്റ് ഉണ്ടായിരുന്നു. അത് എന്തോ നെറ്റിൻ്റെ സ്പീഡ് കാരണമാണോ എന്താണെന്ന് അറിയില്ല, ആ സൈറ്റ് ഓപ്പൺ ആയി വന്നു. അത് ഓപ്പൺ ആയി വന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ് കറക്റ്റുള്ള ഗവൺമെൻറ്റിൻ്റെ സൈറ്റ്. അതിലവർ വ്യക്തമായിട്ട് മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ ഫേക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്, അവർ ചിലപ്പോൾ പണം ചോദിക്കും ഈ ഇടപാടിന് വേണ്ടിയിട്ട്. ഇംഗ്ലീഷിലായിട്ടല്ല എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്വയം ചെയ്യാം, ഇതിനൊരു പൈസയും ഗവൺമെൻറ് ഈടാക്കുന്നില്ല, അതായത് ഫീസ് അടക്കേണ്ട ആവശ്യമേ ഇല്ലാന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയം മുതൽ പിന്നെ എനിക്ക് ആകെ ഒരു മനസ്സിന് ഇടങ്ങേറായി പോയിട്ടോ. അപ്പം തന്നെ നമ്മൾ വിജയശേട്ടനെ വിളിച്ച് പറഞ്ഞ്, വിജയശേട്ടൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ്, ഞാൻ ഫെഡറൽ ബാങ്കിലായിരുന്നു എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഈ ആധാർ നമ്പറൊക്കെ നമ്മൾ ബാങ്കായിട്ട് കണക്ട് ആയതുകൊണ്ട് ഇനി ഞാൻ പൈസ പോകുമെന്നൊക്കെ വെച്ച് അങ്ങനെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത്. പക്ഷേ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒന്നും പോയിട്ടൊന്നുമില്ല, ഫ്രീസ് ചെയ്തു ജസ്റ്റ് നമ്മളൊരു മനസ്സമാനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ആധാർ നമ്പർ പറഞ്ഞു കൊടുത്ത്, അത് കൂടാതെ OTP വന്നു ആ നമ്പർ, നമ്മുടെ ഫോൺ നമ്പറിലേക്ക്. ആ OTP നമ്മൾ അടിച്ചു കൊടുത്തു. ചിലപ്പോൾ ഇവരിങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഒരു സൈറ്റും അവരുടെ ആ ഒരു വാട്സപ്പ് ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. അവർ പൈസ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ചെയ്തിട്ട് തിങ്കളാഴ്ച വരേക്കും നമ്മുടെ പൈസ ഒന്നും അവരെടുത്തിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസി ആണെന്നാണ് അതിൻ്റെ അടിയിൽ എഴുതി. ഞങ്ങൾ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏജൻസിയോ കൺസൾട്ടൻസി ഒക്കെ ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവരിങ്ങനെ ഈ ഫ്രീ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം അറിയാത്ത ആൾക്കാരുടെ നിന്ന് പൈസ പറ്റിച്ച് വാങ്ങിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ 1000 രൂപ അടച്ചു. അരുണേട്ടൻ എന്നിട്ട് പിന്നെ ഇവർ ഫേക്ക് ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ നമ്പറിൽ നിന്ന് അവർക്ക് മെസ്സേജ് ചെയ്തപ്പോൾ അവർ അരുണേട്ടനോട് പറഞ്ഞതായി ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ 1300 സംതിങ് രൂപ തന്നാൽ അത് രൂപയാണ് ഫീസ് അത് ചെയ്യുന്നതിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ ഫീസ് ഈടാക്കാൻ, അതായത് ഓരോ ആൾക്കാരുടെ അടുത്തൊന്നും 1000 രൂപ കിട്ടി അത്രയില്ലേ വെറുതെ ഇരിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അറിയില്ല. എന്തായാലും നമുക്കൊരു പേടിയാണ്. ഇപ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ആധാർ നമ്പറൊക്കെ കൊടുത്താണ്, പാൻ കാർഡ് നമ്പറൊക്കെ കൊടുത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു ടെൻഷനിലായിരുന്നു ഇന്നലെ. പിന്നെ അതിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ബാങ്ക് എന്തായാലും നമ്മളൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക്. ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ആധാർ നമ്പറൊക്കെ, പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ അത് ആധാറിൻ്റെ ബയോമെട്രിക്സ് ഒക്കെ ലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്താണെങ്കിൽ ഞാൻ നാട്ടിൽ പോകണമല്ലോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ അക്ഷയയിൽ, അവിടെ അടുത്തുള്ള അക്ഷയയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു തവണ നിങ്ങൾ OTP പറഞ്ഞു കൊടുത്തില്ല, ഇനിയിപ്പോൾ ആ പറഞ്ഞു കൊടുത്തതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി വേറെ എന്തെങ്കിലും ഇതുപോലെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ OTP പറഞ്ഞു കൊടുത്തതിന് നമുക്ക് പരിഹാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പറഞ്ഞു കൊടുത്തു പോയല്ലോ. ഇത് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ചില മണ്ടത്തരങ്ങൾ പറ്റി. മണ്ടത്തരം അല്ല, നമ്മളത് ശരിക്കും ഗവൺമെൻറ് സൈറ്റാണ് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ കുറേ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ അറിയാമല്ലോ, അതുകൊണ്ടാണ് അവരുടെ ശരിക്കുള്ള സൈറ്റിൽ ഇങ്ങനത്തെ ഫ്രോഡായിട്ടുള്ള സൈറ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് തന്നെ കുറച്ചൊന്ന് മുൻകൈ എടുത്തിട്ട് ഇങ്ങനത്തെ സൈറ്റുകളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഇതിലേക്ക് വരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്ന് എനിക്ക് മനസ്സിൽ ഞാൻ തോന്നി.
ഇനിയിപ്പോൾ എന്തായാലും സാരമില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു വിഷമത്തിലായിരുന്നു ഇന്നലെ. അപ്പം ഞാനിതൊക്കെ പറഞ്ഞ് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഇന്നലെയൊക്കെ ആ ഒരു ഇറങ്ങിയത് കൊണ്ട് പിന്നെ ഞാൻ കൃഷിക്കും ഒന്നിനും ഇറങ്ങിയില്ല. പിന്നെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മുടെ ആധാറും പാൻ കാർഡും ഓക്കെ ആയി എന്നല്ല, ഞാൻ മെൻ്റലി ഓക്കെ ആയി. പിന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലൊക്കെ കയറിയിട്ട് മെയിലൊക്കെ ചെയ്ത് കംപ്ലൈൻ്റ് ഒക്കെ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ മെയിൽ ചെയ്യാനല്ലേ പറ്റുള്ളൂ ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു നമ്മുടെ ഭാഗത്തുനിന്ന്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയുള്ള അറിവേ ആയിട്ടുള്ളൂ, അത്രയുള്ള അറിവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ അതായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അതേപോലെ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇനി വേറെ ആൾക്ക് വരരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് എല്ലാം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സൈറ്റിലൊക്കെ കയറി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് അക്ഷയയിലോ ഒക്കെ പോയി അറിയണവരോടൊക്കെ ചോദിച്ച് ചെയ്യുക. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ലിങ്കിലും വെറുതെ കയറി നോക്കാറില്ല. നമുക്കിപ്പം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, സമ്മാനങ്ങൾ നേടുന്നൊക്കെ പറഞ്ഞ ഓരോ ലിങ്കും ഇതൊക്കെ ഇങ്ങനെ വരുന്നതാണല്ലോ. ഒന്നിനും ക്ലിക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ OTP നമ്മൾ അടിച്ചു കൊടുത്തത് തന്നെ നമ്മൾ ചെയ്തൊരു പ്രോസസ്സാണല്ലോ. അതായത് ഒരു ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗവൺമെൻറ് സൈറ്റ് ആണെന്നുള്ള വിശ്വാസത്തിൽ ചെയ്തു പോയതാണ്. എന്തായാലും ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കൃഷിയിടത്തേക്ക് ഒന്ന് പോവാട്ടോ. അവിടെ കുറച്ചൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അറിയാലോ, ഞാൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാട്ടോ നമുക്ക്. അപ്പോൾ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല, ഉച്ചയാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ കറിയും കൂടെ അടുപ്പത്താക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. ഉച്ചയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രതീതിയൊന്നും പുറത്തില്ല. രാവിലെ തന്നെ മഴ പെയ്യുന്നത് കണ്ടില്ല. അതുകൊണ്ട് ഇന്നൊരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമുക്ക് കൃഷിയിടത്തിൽ ഇറങ്ങി കുറച്ച് കൊത്തി കളയ്ക്കാനൊക്കെ പറ്റിയൊരു സിറ്റുവേഷനാണ്. കാരണം വെയിലില്ലാത്തതുകൊണ്ട് സുഖമാണ്. അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സീമീനല്ല, അതായത് കടൽ മീനല്ല, അല്ലാത്ത മീൻ കേട്ടോ. ഇവിടുത്തെ കായൽ നിന്നുള്ള മീൻ. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മീൻ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് പച്ചമുളക് നോക്കിയപ്പോൾ പറിച്ച് വെച്ചതില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയി പറിക്കുകയാണ്. എൻ്റെ പച്ചമുളകൊക്കെ തൈകളുണ്ട്, പക്ഷേ ഉണ്ടാവുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കുറേ ആയല്ലോ പച്ചമുളക് തരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവരുടെ ഒരു വിളവ് ഉണ്ടാവുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ തൈകൾ നടണം കേട്ടോ. പിന്നെ പച്ചമുളക് നമുക്ക് എന്താ പറയുക, കുറേ കാലം നിൽക്കും ആ ഒരു ചെടി. ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി, അടിഭാഗം വെട്ടി കൊടുത്താൽ മതി. താഴത്തുനിന്ന് തെള് വന്നിട്ട് കുറച്ച് നാൾ നിൽക്കും ആ ചെടി, കുറച്ചധികം തരും നമുക്ക് പച്ചമുളക്. അപ്പോൾ ഇവിടെ ഇതേ തങ്കൂനെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് അഴിച്ച് വിട്ടിട്ടുണ്ട്. കാരണം നേരത്തെ കുരക്കനൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ തങ്കുവിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ഇതാണ്. ഞാൻ പച്ചക്കറിക്ക് കുറച്ച് ഇങ്ങനെ കമ്പൊക്കെ കുത്തി കൊടുക്കാൻ വേണ്ടി കുറച്ച് കമ്പ് വെട്ടിക്കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും അരണേനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ പോകലാണ് മെയിനായിട്ടുള്ള പണി. ഞാൻ അങ്ങനെ തങ്കുവിനോട് പറയും, തങ്കു നീ അതിലേക്ക് കയറി നടന്നിട്ടുണ്ടെങ്കിൽ മുറിയൊക്കെ ആവും എന്നുള്ളത്. നമ്മുടെ ഭാഷ എന്തായാലും അതിന് മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു കളിച്ചോട്ടെ എന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് തങ്കുവിനും വേണമല്ലോ. അപ്പോൾ അരണേനെ പിടിക്കുന്ന ഒരു പണിയിലാണ് ഇപ്പോൾ ഈ തങ്കു കേട്ടോ. അപ്പോൾ രാവിലെ മഴ പെയ്തെങ്കിലും നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ നമ്മളെ വാഴയ്ക്കൊക്കെ. കാരണം അത്രയും അങ്ങ് മണ്ണ് നനയാൻ മാത്രം മഴ പെയ്തിട്ടില്ല, കുറച്ച് മഴ പെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വാഴക്കന്ന് നടുന്നതൊക്കെ. ആ വാഴക്കന്നൊക്കെ മുളച്ചത് ആ വാഴത്തൈ ആയിട്ട് കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിനൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഈ മഴക്കാലം ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് വെയിൽ വന്നാൽ ഇതിനൊന്നും വെള്ളം ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ വാഴയൊക്കെ നടുമ്പോൾ നമ്മൾ നല്ല വെള്ളം കൊടുക്കണമെങ്കിൽ മാത്രം ഒരു വാഴയൊക്കെ കരുത്തോടെ ഉണ്ടാവുക. അതിലുണ്ടാവുന്ന വാഴപ്പഴമാണെങ്കിലൊക്കെ വലുപ്പം വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം വാഴയ്ക്ക്. ഈ വാഴേൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ കുറച്ച് ചീരയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറുത് നടാൻ വേണ്ടിയിട്ട് 2 ബെഡും കൂടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ചെടിയില്ലേ, ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിൻ്റെ പേരേ അറിയില്ല. കുറച്ചിങ്ങനെ കായ്കൾ, കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ടായി നിൽക്കണ കാണാം. അതെനിക്ക് ഒരു വേറൊരു ഗാർഡൻ ബോയ് എനിക്ക് തന്നതാണ്. ഞാനിങ്ങനെ ചെടി ഇടണുണ്ട്. അപ്പോൾ ഇത് മാഡത്തിനുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് കൊണ്ടു തന്നതാണ്. പക്ഷെ അതിൽ പൂടണമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അവൻ കൊണ്ട് തന്നതല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന്. അതിപ്പോൾ അവിടെ ഇരുന്ന് പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ കുറേ തൈകളുണ്ടായി വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെൽസൺ വാഴനനയൊക്കെ
കഴിഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു ഈ നിത്യവഴുതനേൻ്റെത് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്കൊരു പന്തലിടണം എന്നുള്ളത്. അപ്പോൾ നിത്യവഴുതനേൻ്റെ ചാക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്, അതിൽ കുറച്ചധികം മണ്ണുണ്ട്. അതുകൊണ്ട് അത് എടുത്ത് പൊക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെൽസിന് ഇവിടെ കുറച്ച് കമ്പും ചുള്ളിയും കോലൊക്കെ കൊണ്ടുവന്നിട്ട് പന്തലിട്ട് തരുന്നുണ്ട്. പന്തൽ വേർട്ടിക്കൽ പന്തലാണ് ഇടുന്നത്, മറ്റേ ഹൊറിസോണ്ടലായിട്ടല്ല കേട്ടോ. ഇതിനൊന്ന് പടർത്തി കയറ്റാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇടുന്നത്. അപ്പം നമ്മുടെ നിത്യവഴുതനയ്ക്കുള്ള പന്തലാക്കുകയാണ്. എൻ്റെ അടുത്ത് പിന്നെ കുറച്ച് കയറുണ്ട്, അതായത് ചകിരീൻ്റെ കുറച്ച് കയറുണ്ട്. അപ്പോൾ ആ കയറൊക്കെ വെച്ചിട്ടൊന്ന് കെട്ടി ശരിയാക്കണം. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കോവലുണ്ട്. കോവലിൻ്റെ വള്ളിക്കൊന്ന് പടർന്ന് കയറി പോകാൻ പാകത്തിന് അവിടെയും ഒന്ന് പന്തൽ ശരിയാക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് ചകിരീൻ്റെ കയറുണ്ടെന്ന്. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ വള്ളി പടർന്നു പോകുന്ന പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ചൂടിക്കയർ എന്ന് അങ്ങനെ എന്താണ് പറയുന്നത്, പക്ഷെ അതിനെക്കാട്ടും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ചകിരിയല്ല, ചണം, നമ്മളെ ചാക്കുനൂല്, ചണമല്ല ചാക്കുനൂല് എന്ന് പറയില്ലേ, ചാക്കുനൂലിൻ്റെ കുറച്ചും കൂടെ കട്ടിയുള്ള സാധനം. ഇത് കൂടെ വള്ളി പടരുന്ന ചെടി കയറ്റി വിടുകയാണെങ്കിൽ പെട്ടെന്ന് കയറിപ്പോകും. കാരണം അതിന് പിടിച്ച് നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട് ആ ഒരു ചാക്കുനൂലിന്. അപ്പോൾ ചാക്കുനൂലും കമ്പിയും മരമൊക്കെ വെച്ചിട്ട്, മരമല്ല മരക്കഷ്ണമൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് ചെറിയൊരു വേർട്ടിക്കൽ പന്തൽ ഇവിടെ നിത്യവേദനയ്ക്കുള്ളതാക്കിയിട്ടുണ്ട്. പിന്നെ നിലത്ത് 2 കുക്കുംബറിൻ്റെ തൈയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പടർത്തി വിടാമെന്ന് വിചാരിച്ചു. പിന്നെ നെൽസൺ തൊട്ടപ്പുറത്ത് കോവലിനുള്ള പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ നിത്യവേദനേനെയൊക്കെ ഞാനൊന്ന് കമ്പി കൂടെ കയറ്റുകയാണ്. ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ട് ഈ കാറ്റാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ മ്യൂട്ടാക്കിയിട്ടുണ്ട് കാറ്റിൻ്റെ സൗണ്ട്. കാരണം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അരോചകമായിട്ട് തോന്നും. ഭയങ്കര കാറ്റാണ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ബാക്കി മണ്ണാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും താമസിക്കാനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് മരം പറ്റ കുറവാണ്, കുഞ്ഞു കുറ്റി കുറ്റി മരങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ അടിക്കുന്ന കാറ്റിൻ്റെ സ്പീഡ് ഭയങ്കര സ്പീഡാണ്. അത് വളരെ ഇടങ്ങേറാണ് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ കാറ്റ് വീഴുക. അതുവരെ കാറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ചില നേരത്തെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല കാറ്റ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കാറ്റ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ഇനിയിപ്പോൾ വേറെ എവിടേക്കെങ്കിലും മാറണം. ഇപ്പോൾ അരനേട്ടൻ്റെ ഇവിടുത്തെ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ് വേറെ പ്രൊജക്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകണേ എന്നുള്ളതാണ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റടിക്കുന്ന മാത്രമല്ല, പെട്ടെന്ന് എനിക്ക് ജലദോഷം ഉണ്ടാകും. ജലദോഷം എന്ന് വെച്ചാൽ മൂക്കടപ്പും തലവേദനയൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു കാറ്റടിക്കുമ്പോൾ. അത് മാത്രമാണ് ഇവിടെ സഹിക്കാൻ പറ്റാതെ, ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നിത്യവേദനയൊക്കെ ചെറുതായിട്ട് അത് കൂടെ പടർത്തി കയറ്റിയിട്ട് അതിൻ്റെ ചോടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് സെറ്റായി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ തറഞ്ഞ മണ്ണിങ്ങനെ തറച്ച് നിൽക്കണ പോലെ എനിക്ക് തോന്നുക. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം ഇവിടെ തീരുകയാണ് കേട്ടോ. ഇനി അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരണ്ട്. നിത്യവേദനയൊക്കെ വലുതായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എന്തായി എന്നുള്ളത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ എല്ലാവരും ഒന്ന് നിൽക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും വേണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.